കാരണം ഈ ഒരു പ്രൊഫഷനാണ് ഇന്നും മലയാളി ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ മലയാളി എന്നല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരുന്ന ഒരു മേഖല തന്നെയാണ്. UG കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ജോബ് പറയാൻ പറ്റുന്ന, അതുപോലെ തന്നെ ആ കോഴ്സിൽ നിന്നുകൊണ്ട് ഏത് മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന മറ്റൊരു പ്രോഗ്രാം പോലും നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുമില്ല. അതാണ് താനും MBBS. ഇപ്പോൾ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, നമുക്കറിയാം സിവിൽ സർവീസ് ഓഫീസേഴ്സിൽ ഒരുപാട് പേര് ഡോക്ടേഴ്സാണ്, ഇഷ്ടം പോലെ, നമുക്ക് പേരുകൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പരിധിവരെ നല്ല ശതമാനം കുട്ടികളും ചോദിക്കുന്നത് ഏറ്റവും അധികം ശമ്പളം കിട്ടുന്ന ജോലി ഏതാണ്, അതാണ്. അല്ലാതെ അവർക്ക് കൃത്യമായിട്ടൊരു മേഖലയെക്കുറിച്ച് ഒന്നും അവർ വരുമ്പോഴേ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ സാലറി കിട്ടാവുന്ന ജോലി ഇതാണ്. അത്രേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഏറ്റവും അധികം സാലറി. അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒരിക്കലും പണം ആഗ്രഹിച്ച് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ പാടില്ല. നമ്മൾ ഈ ഒരു മേഖലയിൽ എത്രമാത്രം എക്സ്പെർട്ടൈസ് ആവുന്നോ അതിനനുസരിച്ച് പണം പുറകെ വന്നുകൊള്ളും. നമ്മൾ ഈ ഒരു 5.5 വർഷം പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം. നമ്മൾ 1-2 വർഷം ആകുമ്പോഴേ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. നമുക്ക് ക്ലിനിക്സ് ഒട്ടും താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോൺ ക്ലിനിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ IIT മുംബൈയിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് MBBSകാർക്കുള്ളതാണ്. IIT ഖരഗ്പൂർ MMST മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ നമുക്ക് IIT മദ്രാസ് ആരംഭിച്ചിട്ടുണ്ട്, അതുപോലെ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അത് UG ആണ്. അപ്പോൾ അതിൻ്റെ MTech PhD പ്രോഗ്രാമുകൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. IIT ഗുവാഹട്ടി ആരംഭിച്ചിട്ടുണ്ട്. IIScയിലെ പ്രോഗ്രാമുകൾ വരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് നമുക്ക് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ഗവൺമെന്റ് മേഖലയിൽ ഇന്ന് കേരളത്തിൽ 14 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. കേരളത്തിൽ കേവലം 24,000 രൂപ മാത്രമേ വാർഷിക ഫീസ് MBBSനുള്ളൂ. ഓൾ ഇന്ത്യ കോട്ടയിൽ 10,000-ന് മുകളിൽ സീറ്റുകൾ MBBSനുണ്ട്. എയിംസിൻ്റെ ഫീസ്, എയിംസ് ന്യൂഡൽഹിയുടെ ഫീസ് 1,300 രൂപയാണ്. എയിംസിൻ്റെ ഫീസ്, എയിംസ് ന്യൂഡൽഹിയിൽ MBBS. എല്ലാ എയിംസിലുമായിട്ട് 2,100ഓളം സീറ്റുകളുണ്ട്. ബാക്കിയുള്ള എയിംസുകളിലാണെങ്കിലും 3,500 രൂപ മാത്രമേ വാർഷിക ഫീസ് ഉള്ളൂ. ജിപ്മറിലാണെങ്കിലും 5,000-ൽ താഴെ മാത്രമേ ചിലവുള്ളൂ. ESI മെഡിക്കൽ കോളേജുകളിലും 24,000 രൂപ മാത്രമേ ഫീസുള്ളൂ. AFMCയിൽ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് ഇല്ലാതെ, ചിലവില്ലാതെ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ, നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾ അല്പം ഹാർഡ് വർക്ക് ചെയ്തൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിയും കൂടെ ആണല്ലോ. ഇത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും MBBS കഴിയുന്ന രീതിയിലല്ല. MBBS കഴിയുമ്പോൾ ഒരു 50,000 ആണെങ്കിൽ ഇത് ഒരു 1.5 lakhs എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് ഒരു 1.5 lakhs അബോവ് സാധാരണ ഒരു ഡോക്ടറിന് കിട്ടാറുണ്ട്. അത് ലൈഫ് ലോങ് ആണ്. പിന്നെ ചെയ്യാവുന്നത്, ഇത് ഇങ്ങനെ വന്ന് ഒരാൾ കൂടുതൽ അപ്ഡേഷൻ, നമ്മൾ റീപ്ലേസബിൾ ആകാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മളില്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നമുക്കാണ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ റീപ്ലേസബിൾ ആകാതിരിക്കാൻ നമ്മൾ എക്സ്ട്രാ സ്കിൽസ് അച്ചീവ് ചെയ്യാം. അതുതന്നെയല്ല, ഇങ്ങനെ നമുക്ക് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിലേക്കൊക്കെ വരുമ്പോൾ കിട്ടുന്ന സ്റ്റൈപ്പൻഡ് 1 ലക്ഷം രൂപ വരെ തെലങ്കാനയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, എയിംസിലൊക്കെ. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, MBBS അതിൻ്റെ ഇനി വരുന്ന കാലത്തെ അനന്തമായ സാധ്യതകളും വെല്ലുവിളികളും. നമുക്കറിയാം, 2026 നീറ്റ് എക്സാം 4 മാസത്തിനപ്പുറം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നടക്കുകയാണ്. +2-ന് ശേഷമുള്ള വലിയ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. എന്നോടൊപ്പം ജോബി സെബാസ്റ്റ്യൻ സാർ +2-ന് ശേഷമുള്ള 1000-ലധികം കോഴ്സുകളെക്കുറിച്ചും ആ കോഴ്സിന് ശേഷമുള്ള ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളെക്കുറിച്ചും സ്ഥാപനങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ദിശാബോധമുള്ള ജോബി സാറാണ് നമ്മുടെ മലയാളികളെ കൃത്യമായിട്ട് വർഷങ്ങളായി ഈ മേഖലകളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, +2-ന് ശേഷമുള്ള ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത്രയധികം ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന, ഇത്രയധികം പാഷനായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സ് MBBS, തീർച്ചയായിട്ടും സാറിനോട് സംവദിക്കുന്ന വിദ്യാർത്ഥികൾ എത്രത്തോളം ഈ ഒരു കോഴ്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നു? നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് അവർ അംബീഷൻ ചോദിക്കുമ്പോൾ അതിനകത്ത് മിടുക്കരായിട്ടുള്ള എല്ലാ കുട്ടികളും ഒരു MBBS അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. തീർച്ചയായിട്ടും പിന്നീട് അവർ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ സയൻസ് ഒക്കെ പഠിച്ചു വരുമ്പോൾ അവർക്ക് ഒരു പക്ഷേ ചില കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാതെ ഒക്കെ മാറി അങ്ങ് പോകുന്നേ ഉള്ളൂ. ബാക്കി കുട്ടികൾ, വളരെ കുറച്ച് കുട്ടികൾ ആദ്യത്തെ ചാൻസിൽ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ക്രാക്ക് ചെയ്യാൻ നോക്കും. ബാക്കിയുള്ള റിപ്പീറ്റും ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചേരുക
എന്നുള്ള രീതിയിൽ ആണ് പൊതുവെ നമ്മൾ കാണുന്നത്. പ്ലസ് ടുവിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ പോലും ഈ കോഴ്സ് എടുക്കണമെന്നുള്ള ആ രീതിയിലാണ് കുട്ടികളെ നമ്മൾ പൊതുവായിട്ട് കാണുന്നത്. അതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിനകത്ത് എനിക്ക് ചില കുട്ടികൾ ഒരു പക്ഷേ അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ ഈ കോഴ്സിനെ കുറിച്ചും ഈ കോഴ്സ് എന്തുമാത്രം ഇതൊരു ലോങ് ടൈം ആണ്, ഇപ്പോൾ ലോങ് ടൈം ആണെന്നുള്ളതും ഇതിൻ്റെ വരുന്ന പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സും ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇടയ്ക്ക് വരാവുന്ന ചില സ്ട്രഗിൾസ് ഉണ്ട്, ഹാർഡ്ഷിപ്പുകളിലൂടെ കടന്നു പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്ത കുറേ കുട്ടികളും ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. പക്ഷേ വളരെ താല്പര്യമായിട്ട് ഇപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും താല്പര്യമുള്ളവരും മറ്റുള്ളവരുടെ വിഷമങ്ങൾ അത് അവനവന് സാധിക്കുന്ന രീതിയിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 24 നമുക്കറിയാം ഈ ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകത മറ്റു പ്രൊഫഷൻ പോലെയല്ല, 24/7 അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ പോലും സൊസൈറ്റിയെ സ്നേഹിക്കാനും സേവിക്കാനും താല്പര്യമുള്ള ഒരുപാട് ആളുകളുള്ള ഒരു കാലഘട്ടമാണ്. നമ്മളിപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് തന്നെ കണ്ടു, നമ്മളൊരു വഴിവെക്കിലാണെങ്കിൽ പോലും പെട്ടെന്ന് റീസെൻ്റ് ആയിട്ട് കണ്ട ഒരാളെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ നമുക്ക് രക്ഷിക്കാൻ ഏറ്റവും ഏതറ്റം വരെയും പോകാൻ ഉള്ള ഡോക്ടർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഐഡിയ ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നും തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്തിനാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതെന്ന് കൃത്യമായിട്ട് ഐഡിയ ഉള്ള ഒരു കുട്ടി നിർബന്ധമായിട്ടും ഈ ഒരു പ്രൊഫഷനിലേക്ക് വരണം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ റീസെൻ്റായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു കോഴ്സിനെ അല്പം ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സംഭവങ്ങളും കുറേ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് മറുപടി നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു പ്രൊഫഷനാണ് ഇന്നും മലയാളി ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ മലയാളി എന്നല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരുന്ന ഒരു മേഖല തന്നെയാണ്. സർവീസ് സെക്ടർ ആണെന്നുള്ളതാണ് ഏറ്റവും. നീറ്റിന്റെ കാര്യമാണെങ്കിലും ഒരു ദിവസം എത്രയധികം വിദ്യാർത്ഥികൾ എഴുതുന്ന മറ്റൊരു എക്സാം പോലും നമുക്ക് പറയാനായിട്ടാവില്ല. 25 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി എഴുതുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് തന്നെയാണ് നീറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. സാറിപ്പം പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും തന്നെ ഒരു സംശയമുണ്ട്. മെഡിക്കൽ മേഖല അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖല അല്ലെങ്കിൽ ഡിഗ്രി എന്നൊക്കെ പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഈ ഒരു ഇൻഫ്ലുവൻസും തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ അല്പം ചിന്തിപ്പിച്ചേക്കാം ഈ ഒരു മേഖലയെ കുറിച്ച്. പക്ഷേ നമുക്കറിയാം ഈ മേഖലയിലുള്ളവരോ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടവരോ ആ മേഖലയിലുള്ളവരോ ആരും പ്രതികരിച്ചിട്ടുമില്ല, അവരാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല, അവരല്ല നെഗറ്റീവ് പറയുന്നത്. എങ്കിലും ഈ കോഴ്സിൻ്റെ ഒരു അടുത്ത സാധ്യതകൾ, ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളോ അല്ലെങ്കിൽ ഈ കോഴ്സിൽ തന്നെ നിന്നാലുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അല്ലെങ്കിൽ ഈ ഒരെണ്ണം മാത്രമാണോ ഡോക്ടർ എന്നുള്ള മേഖലയിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി മാത്രമാണോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്? നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ കുട്ടികൾ കൗൺസിലിംഗ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് എടുത്ത് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു പരിധിവരെ നല്ല ശതമാനം കുട്ടികളും ചോദിക്കുന്നത് ഏറ്റവും അധികം ശമ്പളം കിട്ടുന്ന ജോലി ഏതാണ്, അതാണ്. അല്ലാതെ അവർക്ക് കൃത്യമായിട്ടൊരു മേഖലയെക്കുറിച്ച് ഒന്നും അവർ വരുമ്പോഴേ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ സാലറി കിട്ടാവുന്ന ജോലി ഇതാണ്. അത്രേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഏറ്റവും അധികം സാലറി. അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒരിക്കലും പണം ആഗ്രഹിച്ച് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ പാടില്ല. നമ്മൾ ഈ ഒരു മേഖലയിൽ എത്രമാത്രം എക്സ്പെർട്ടൈസ് ആവുന്നോ അതിനനുസരിച്ച് പണം പുറകെ വന്നുകൊള്ളും. ഒരിക്കലും പൈസ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഡോക്ടറാകുക, അതായത് ചിലർ നമ്മൾ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് റിട്ടേൺ പ്രതീക്ഷിച്ച് വരുന്ന ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് സെൽഫ് ഫൈനാൻസിങ്ങിലോ ഡീംഡ് ടു ബിയിലോ ഒക്കെ പോകുമ്പം ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടല്ലോ സാമ്പത്തികമായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേൺ പ്രതീക്ഷിച്ച് ഒരു കാരണവശാലും ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ പാടില്ല. പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾ, സർവീസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ മാത്രമേ വരാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് നല്ല സാധ്യത ഉണ്ട് താൻ. നമുക്കറിയാം, ഇതൊരു 5.5 വർഷം 4.5 വർഷവും 5.5 വർഷത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ 5.5 വർഷം കഴിയുമ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് ഒരു MBBS കഴിഞ്ഞിറങ്ങുമ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഒരു 50,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 50,000 രൂപ ഒരു പെർ അവർക്ക് ഒരു 300-350 നമ്മുടെ നാട്ടിൻപുറത്തെ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 50,000 രൂപ വലിയ ബുദ്ധിമുട്ടില്ലാതെ കുട്ടികൾക്ക് കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഒരു 5.5 വർഷം പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം. നമ്മൾ 1-2 വർഷം ആകുമ്പോഴേ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. നമുക്ക് ക്ലിനിക്സ് ഒട്ടും താല്പര്യമില്ലെങ്കിൽ
നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോൺ ക്ലിനിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ IIT മുംബൈയിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് MBBSകാർക്കുള്ളതാണ്. IIT ഖരഗ്പൂർ MMST മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് IIT മദ്രാസ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അത് UG ആണ്. അപ്പോൾ അതിൻ്റെ MTechഉം PhD പ്രോഗ്രാമുകൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. IIT ഗുവാഹട്ടി ആരംഭിച്ചിട്ടുണ്ട്. IIScയിലെ പ്രോഗ്രാമുകൾ വരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് നമുക്ക് നോൺ ക്ലിനിക്കലായിട്ടുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ജാം എഴുതി അവർക്ക് ബയോടെക്നോളജി മേഖലയിലേക്ക് പോകാം. ICMRൻ്റെ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ICMRൻ്റെ ഷോർട്ട് ടൈം പ്രോഗ്രാം അവർ റിസർച്ച് ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന പ്രോഗ്രാമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സാധ്യതകളുണ്ട്. ഇതോടൊപ്പം തന്നെ അബ്രോഡ്, ഇപ്പോൾ നമുക്കറിയാം മറ്റു മേഖലകളിലുള്ള കുട്ടികൾ അബ്രോഡ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ MBBSന് ശേഷം ഇപ്പോൾ USMLE 3 സ്റ്റെപ്പ് എക്സാം ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസിങ്ങിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് US പോകേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പ്ലാബ് 1 and 2 അങ്ങനെ എഴുതി പ്ലാബ് എഴുതി അവർക്ക് UK പോകേണ്ടവർക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം. എനിക്ക് ഹയർ സ്റ്റഡീസ് ആണോ ഇനി ഷിഫ്റ്റിംഗ് ആണോ? ഷിഫ്റ്റിംഗ് ആണെങ്കിൽ പബ്ലിക് ഹെൽത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിൽ തന്നെ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിലേക്ക് പോകാം, അതോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാം. അങ്ങനെയുള്ള ഇവർക്കൊന്ന് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. സാധ്യത ഉണ്ട്. ഇതിനെ നമുക്ക് മറ്റു മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഇതിനെ ഒരു ഡിഗ്രി ആയിട്ട് കണ്ടാൽ മതി. അത് തന്നെയാണ് ഏറ്റവും ഒരു പ്ലാൻ B ആയിട്ട് കാണുക. ഇപ്പൊ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, നമുക്കറിയാം സിവിൽ സർവീസ് ഓഫീസേഴ്സിൽ ഒരുപാട് പേര് ഡോക്ടേഴ്സ് ആണ്, ഇഷ്ടം പോലെ, നമുക്ക് പേരുകൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡോക്ടറാണ്. അതുപോലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും ഡോക്ടറാണ് K. വാസുകി. അപ്പോൾ അവരെല്ലാം ഈ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാൻ A ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്ലാൻ B ആയിട്ട്, കാരണം അതും ഒരു സർവീസിനുള്ള മേഖലയാണ് ഈ പ്ലാൻ A. അവർക്ക് പറ്റിയ ഒരു മേഖല തന്നെയാണ് ഈ പ്ലാൻ B മെഡിക്കൽ എന്ന് പറയുന്ന പ്രൊഫഷൻ. ഇഷ്ടമാണെങ്കിൽ ഈ ഒരു പ്രൊഫഷനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് പ്ലാൻ B ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് അങ്ങനെ പോകാം. ഇനി കൂടുതൽ ആളുകളും പോകുന്നത് നമുക്കറിയാം, പിന്നെ ഈ മെഡിക്കൽ പ്രൊഫഷനെ സംബന്ധിച്ച് അവർ ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയറിലാണ് എപ്പോഴും. അക്കാഡമിക്സ് ആണ്, എഞ്ചിനീയറിംഗ് പോലെ അല്ല. അപ്പോൾ അക്കാഡമിക്സ് ആയതുകൊണ്ട് അതിനകത്തൊരു 80-85% ആളുകളും മിക്കവാറും ഈ ഒരു രീതിയിൽ തന്നെ മെഡിക്കൽ ലൈനിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ കൂടുതലും നെക്സ്റ്റ് PG ആണ് ശ്രദ്ധിക്കുന്നത് കൂടുതൽ കുട്ടികൾ. അപ്പോൾ PG നമുക്കറിയാം MD ഉണ്ട്, അതുപോലെ തന്നെ MS പോകാം. അപ്പോൾ ഒരു എക്സാം, അതിനൊരു വർഷം, അത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. PG എക്സാമിന് അതിൻ്റെ കോച്ചിങ്ങും പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് പോവുക. ഒരു വർഷം കഴിയുമ്പോൾ PG എഴുതിയെടുക്കുന്നു. 3 വർഷത്തെ ജൂനിയർ റെസിഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നല്ലപോലെ പണിയുണ്ട്, നല്ലപോലെ ജോലിയുണ്ട്. അത് ഇപ്പോൾ കേരളത്തിൽ ചില കുട്ടികൾ ഇത് 24 മുതൽ 36 മണിക്കൂർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ, നമുക്കറിയാം കുറച്ച് വർഷങ്ങൾ അല്പം ഹാർഡ് വർക്ക് ചെയ്തൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിയും കൂടെ ആണല്ലോ. അപ്പോൾ ഇത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും MBBS കഴിയുന്ന രീതിയിലല്ല. MBBS കഴിയുമ്പോൾ ഒരു 50,000 ആണെങ്കിൽ ഇത് ഒരു 1.5 lakhs എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പിന്നെ ഒരു വർഷം സീനിയർ റെസിഡൻറ്റും വരുന്നുണ്ടാവും. അപ്പോൾ ഈ ജൂനിയറിൻ്റെ സമയത്ത് തന്നെ ഒരു 55,000 കിട്ടുന്നുണ്ട്. സീനിയർ ആകുമ്പം കുറച്ചുകൂടി കിട്ടും, ഒരു വർഷത്തോടെ. അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു റൂറൽ ഏരിയയിൽ നമ്മുടെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് ഒരു 1.5 lakhs above സാധാരണ ഒരു ഡോക്ടറിന് കിട്ടാറുണ്ട്. അത് ലൈഫ് ലോങ് ആണ്. പിന്നെ ചെയ്യാവുന്നത് ഇത് ഇങ്ങനെ വന്ന ഒരാൾ കൂടുതൽ അപ്ഡേഷൻ, നമ്മൾ റീപ്ലേസബിൾ ആകാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മളില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നമുക്കാണ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ റീപ്ലേസബിൾ ആകാതിരിക്കാൻ നമ്മൾ എക്സ്ട്രാ സ്കിൽസ് അച്ചീവ് ചെയ്യാം. അതാണ് പ്രധാനപ്പെട്ട. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വെർട്ടിക്കൽ ഗ്രോത്തിനേക്കാളും പ്രധാനപ്പെട്ട ഹൊറിസോണ്ടലാണ്. അതായത് നമ്മൾ നിൽക്കുന്ന ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് വരുന്ന അഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, അഡീഷണൽ കോഴ്സുകൾ അത് ചെയ്തു പോവാം. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം AI ഒരു കാലമായതുകൊണ്ട് AI ഈ ഒരു ഇൻ്റഗ്രേഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ ഡയഗ്നോസിലും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സർജൻ ആണെങ്കിൽ തീർച്ചയായിട്ടും റോബോട്ടിക് സർജറി പഠിക്കണം. ഇപ്പോൾ ഡയഗ്നോസിസ് മേഖലയിൽ ആവശ്യം വരും. പിന്നെ കസ്റ്റമൈസ്ഡ് ടൂൾസ് ഉപയോഗിക്കാൻ ഓരോ ഡോക്ടറും, അങ്ങനെയൊക്കെ AI കൂടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി വരുംകാലത്ത് ഡോക്ടർമാർ തിരിച്ചറിയുന്നത് നമ്മൾ ഈ പറയുന്ന സർജൻ മെഡിസിൻ എന്നായിരിക്കില്ല, ഒരു പക്ഷേ AI യൂസ് ചെയ്യുന്ന ഡോക്ടർ, AI യൂസ് ചെയ്യാത്ത ഡോക്ടർ, അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പോൾ അല്പം ടെക്നോളജിയും കൂടെ പഠിച്ച് വരികയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. നമ്മൾ തന്നെ ഒന്ന് ബ്രാൻഡ് ആക്കണം, ഒന്ന് മാർക്കറ്റ് ചെയ്യണം. അതാണ് ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നാൽ വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞു നമ്മൾ ആ രീതിയിൽ എമ്പതറ്റിക് ആണ്.
തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടറിൻ്റെ എമ്പതി ആണ്. നമുക്ക് ഡോക്ടറിൻ്റെ മെഡിസിനേക്കാളും എമ്പതറ്റിക് അപ്രോച്ചാണ്. കാരണം ഈ വരുന്ന പേഷ്യൻ്റ് അയാൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും പ്രവർത്തികളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തിരിച്ച് ഈ ഡോക്ടറുടെ പ്രവർത്തനം കൊണ്ട് അയാളുടെ വികാരങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും ചിന്തകളും പോസിറ്റീവ് ആകും. അങ്ങനെ ആയിരിക്കും മനുഷ്യൻ ഇറങ്ങി വരുന്നത്. അപ്പം അയാളുടെ മറ്റ് പ്രവർത്തികളും അതനുസരിച്ച് പോസിറ്റീവായി വരും. അപ്പം നമുക്ക് വൈകാരികമായിട്ടും ഒക്കെ നമുക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ് ഡോക്ടർമാർ. അപ്പം അത് തീർച്ചയായിട്ടും പറ്റും. നമ്മളെ ബ്രാൻഡാക്കി എടുക്കും. ഇതൊക്കെ സാധിക്കുന്നത് പാഷനേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനാണ്. ഇങ്ങനെ പോകുന്ന ഡോക്ടർ ഒരിക്കലും പണം മുന്നിൽ കണ്ടുപോകരുത്. ഇത് പുറകെ അത് വന്നുകൊള്ളു. അങ്ങനെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും +2 ശേഷം നമ്മൾ ഏതൊരു പ്രോഗ്രാമിലോട്ട് നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അല്ലാതെ പറയുന്നവർ ഒരിക്കലും മറ്റൊരു പ്രോഗ്രാമിന് സജസ്റ്റ് ചെയ്യുന്നുമില്ല. ഇപ്പം UG കഴിഞ്ഞ് ഇറങ്ങിയാൽ തന്നെ എത്ര സാലറി കിട്ടുന്ന, അത് തന്നെയല്ല സാർ, ഇത്രയും ഗ്യാരണ്ടീഡ് ആയിട്ട് ഇപ്പോൾ നമുക്കൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ജോലി കിട്ടുമോ എന്ന്, കുറേ കുട്ടികൾക്ക് പ്ലേസ്മെന്റ് വരുന്നുള്ളൂ, കിട്ടുമോ എന്ന് നമുക്ക് എത്തി പറയാം. പക്ഷേ ഇതിങ്ങനെ ഈ ഒരു സാലറിയിൽ, അത് വലിയൊരു സാലറി അല്ല. ഒരു മെട്രോ സിറ്റിയൊക്കെ സംബന്ധിച്ച് കാര്യമായ സാലറി അല്ലല്ലോ. പക്ഷേ ഇത് ഗ്യാരണ്ടീഡാണ്, ഇത്രയും കിട്ടുന്നുണ്ട്. UG കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ജോബ് പറയാൻ പറ്റുന്ന, അതുപോലെ തന്നെ ആ കോഴ്സിൽ നിന്നുകൊണ്ട് ഏത് മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന മറ്റൊരു പ്രോഗ്രാം പോലും നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുമില്ല. അതാണ് താനും MBBS. പിന്നെ നമുക്കറിയാം, ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നവർക്ക് ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഇതിൻ്റെ ചെലവിനെക്കുറിച്ചായിരിക്കാം, ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യം. പക്ഷേ ഗവൺമെൻറ് മേഖലയിൽ ഇന്ന് കേരളത്തിൽ 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്. കേരളത്തിൽ കേവലം 24,000 രൂപ മാത്രമേ വാർഷിക ഫീസ് MBBSനുള്ളൂ. ഓൾ ഇന്ത്യ കോട്ടയിൽ 10,000-ന് മുകളിൽ സീറ്റുകൾ MBBSനുണ്ട്. എയിംസിൻ്റെ ഫീസ്, എയിംസ് ന്യൂഡൽഹിയുടെ ഫീസ് 1,300 രൂപയാണ്. എയിംസിൻ്റെ ഫീസ്, എയിംസ് ന്യൂഡൽഹിയിൽ MBBS. എല്ലാ എയിംസിലുമായിട്ട് 2,100-ഓളം സീറ്റുകളുണ്ട്. ബാക്കിയുള്ള എയിംസുകളിലാണെങ്കിലും 3,500 രൂപയൊക്കെ മാത്രമേ വാർഷിക ഫീസുള്ളൂ. ജിപ്മറിലാണെങ്കിലും 5,000-ൽ താഴെ മാത്രമേ ചിലവുള്ളൂ. ESI മെഡിക്കൽ കോളേജുകളിലും 24,000 രൂപ മാത്രമേ ഫീസുള്ളൂ. AFMCയിൽ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് ഇല്ലാതെ, ചിലവില്ലാതെ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ MBBS ഗവൺമെൻറ് മേഖലയിൽ യാതൊരു തരത്തിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു പഠന ചെലവിനെക്കുറിച്ച് അവർക്കൊട്ടും പേടിക്കേണ്ടതായിട്ടില്ല. മേഖലയിലാണെങ്കിൽ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. അതുതന്നെയല്ല, ഇങ്ങനെ നമുക്ക് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിലേക്കൊക്കെ വരുമ്പോൾ കിട്ടുന്ന സ്റ്റൈപ്പൻഡ് 1,00,000 രൂപ വരെ തെലങ്കാനയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, എയിംസിലൊക്കെ സ്റ്റൈഫൻഡ് ഉണ്ട്. ഹൗസ് റെന്റ് ചെയ്യുമ്പോഴും PG ചെയ്യുമ്പോഴും SS ചെയ്യുമ്പോഴും സ്റ്റൈഫൻഡ് ആയിട്ട് തന്നെ നിർബന്ധമൊന്നുമില്ല, ഓൾ ഇന്ത്യ കോട്ടയിലാണ് കിട്ടുന്നത്. അതെ. ഇപ്പം UG തന്നെ ആണെങ്കിലും തമിഴ്നാട്ടിൽ 18,000 രൂപയാണ് MBBSന്റെ ഫീസ്. കർണാടകത്തിലാണ് പിന്നെ 55,000 രൂപ ഫീസ് ഉള്ളത്. ആന്ധ്ര തെലങ്കാനയിൽ 10,000 രൂപയാണ് ഫീസ്. അപ്പോൾ ഇത് ഗവൺമെൻറ് മേഖലയിൽ ഇത് പഠന ചെലവും ഒരു പരിധിവരെ ഏതൊരു കുടുംബത്തിനും വഹിക്കാവുന്നത് മാത്രമേ MBBSനുള്ളൂ. അതൊരിക്കലും ഒരു സ്ട്രഗിളല്ല. പിന്നെ ഒരു പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിൽ ഫീസ് കൂടുതൽ, ഏതാണ്ട് ഒരു 40 ലക്ഷം രൂപയോളം ചെലവ് വരുന്നതായിരിക്കാം ഈ ശമ്പളത്തിനെക്കുറിച്ച് പറയാൻ ഇവരെ ബാധിക്കുന്നത്. കാരണം 2 വർഷം ചിലപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പം നല്ലപോലെ ഉണ്ട്. റിപ്പീറ്റ് ഒക്കെ ആണെങ്കിൽ അതിനുശേഷം ഇത്രയും എമൗണ്ടോടെ കൊടുത്ത്, അപ്പോൾ ഈ റിപ്പീറ്റ് ടൈമിൽ ഹോസ്റ്റൽ ഫീസും കോഴ്സ് ഫീ ഒക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും പൈസ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും അത് നമ്മുടെ വീട് പണയം വെച്ചും ഒന്നും ലോൺ എടുത്തും പണയം വെച്ചും ഒക്കെ വരുമ്പോഴാണ് റിട്ടേൺ, അതായത് ഒരു 6 വർഷം കഴിയുമ്പോൾ MBBS ആകുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ലോൺ എമൗണ്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുക. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് വരുമ്പോൾ അല്ലാത്തവർ വന്നോട്ടെ, പൈസ കൊടുക്കാൻ സാധ്യതയുള്ളവരും അങ്ങനെയുള്ളവർ വരുന്നതിന് കുഴപ്പമില്ല. കാരണം അവർ ലോൺ എടുത്തൊന്നും അല്ല വരുന്നത്, അവർക്കുള്ള പൈസയെ കൂട്ടാണ്. അല്ലാത്തവർ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഒരു നല്ലൊരു എമൗണ്ട് സാലറി കിട്ടാതെ വരുമ്പോൾ അതായിരിക്കാം ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെ പറയാനായിട്ട്. കാരണം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലുള്ള 21 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും ഗവൺമെന്റ് ഫീസൊന്നോ അല്ലെങ്കിൽ ഇവിടെയുള്ള കുട്ടികളെ ഫീസ് കുറച്ച് പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ തമിഴ്നാട്ടുകാർക്കായിട്ടുള്ളവർക്ക് സ്വകാര്യ മേഖലയിൽ 4,5 ലക്ഷം രൂപ മാത്രമേ ഫീസുള്ളൂ.
കർണാടകത്തിലുള്ളവർക്ക് 1.25 ലക്ഷം രൂപ മാത്രമേ സ്വകാര്യ മേഖലയിൽ ഫീസുള്ളൂ. ആന്ധ്രയിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും എല്ലാ സ്റ്റേറ്റുകളിലും മെറിറ്റ് സീറ്റ് 50% അവിടെയുള്ള കുട്ടികളെ ഫീസ് കുറച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും പഠന ചെലവില്ല. പക്ഷേ കേരളത്തിൽ അതല്ല സാഹചര്യം ഉണ്ടായിരുന്നത്. അത് ഒരേ ഫീസ് സ്ട്രക്ചർ വന്നതുകൊണ്ട് ഇവിടെ മറ്റൊരു സാഹചര്യമാണുള്ളത്. അതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു UG പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ വലിയൊരു സാലറിയിലോട്ട് പോകുന്നില്ല എന്ന് പറയാനുള്ള ചെറിയൊരു ഘടകം. ഇനി അതിന് ബദലായിട്ട് ധാരാളം സീറ്റുകളുടെ വർധനവും എനിക്കൊന്ന് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ കൃത്യമായിട്ടൊരു പഠനം നടത്തി തന്നെ ആയിരിക്കാം എല്ലാ വർഷവും അതും ഗവൺമെൻറ് മേഖലയിൽ നല്ല രീതിയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും PGക്കും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായിട്ട് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല, നീറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഈ 2026 മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അലൈഡ് ഹെൽത്ത് ആൻഡ് പാരാമെഡിക്കൽ സെക്ടർ നീറ്റിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചില്ല. കാരണം ഇത് നീറ്റ് എന്ന് പറയുന്ന ഇത്ര വർഷം എഴുതിയാലും MBBS എന്നൊരു പ്രോഗ്രാമിന് അപ്പുറത്തുള്ള വളരെ സാധ്യതകളാണ്. അതെ, കാരണം നമ്മൾ പൊതുവെ ഇതുവരെ കുട്ടികൾ MBBSന്റെ ഒരു ബാക്കപ്പ് പ്രോഗ്രാം ആയിട്ടാണ് അലൈഡ് ഹെൽത്ത് കരുതിയിരുന്നത്. ഇനി അത് നമുക്ക് ഫ്രണ്ട് ലൈനിൽ തന്നെ കൊണ്ടുവരാം. കാരണം നമ്മൾ ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൃത്യമായിട്ട് വിവരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഇങ്ങനെ ഒരു എക്സാം നടത്തുമ്പോൾ എക്സാമിനെ പോസിറ്റീവായിട്ട് കാണുക. കാരണം ഇതുവരെ +2ന്റെ മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നുകൊണ്ട് കുട്ടികൾ എൻട്രൻസ് ഒക്കെ നീറ്റിന്റെ ബേസിലാണ്. ഇനിയിപ്പോൾ നീറ്റിന്റെ ബേസിലാണ് ഇതെല്ലാം നടക്കാൻ പോകുന്നത്. ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള എല്ലാ പ്രോഗ്രാമുകളും, നഴ്സിംഗ് ഉൾപ്പെടെ എല്ലാ പ്രോഗ്രാമുകളും നീറ്റിന്റെ ബേസിലേക്ക് വരും. അപ്പം നീറ്റ് ബേസിലേക്ക് വരുമ്പോൾ അതിനകത്ത് റേഡിയോളജിയും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം വരുന്നുണ്ട്. MLT എല്ലാ പ്രോഗ്രാം വരികയാണ്. പ്രധാനപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും. നഴ്സിംഗിന് മാത്രമേ കൃത്യമായിട്ടൊരു ഐഡിയ തരാത്തുള്ളൂ, ബാക്കി എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്കെല്ലാം ഇത് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാനൊരു സാധ്യത വരികയാണ്. ഒരു കോമൺ നീറ്റ് പോലെ ഒരു എൻട്രൻസ് എക്സാം ഉള്ളപ്പോൾ ഗവൺമെന്റ് മേഖലയിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അവർക്ക് മിനിമം ഫീസ് സ്ട്രക്ചറിൽ നല്ല ഒരു എഡ്യൂക്കേഷൻ, നല്ലൊരു സിസ്റ്റത്തിൽ പഠിക്കാനുള്ള അവസരം കിട്ടുക. അങ്ങനെ പഠിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ നമുക്കറിയാം അബ്രോഡ് ആണെങ്കിലും ഈ പറയുന്ന അലൈഡ് ഹെൽത്തും പാരാമെഡിക്കൽ സെക്ടറിനും നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ അവർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാനും അവിടെ പോയി ഹയർ സ്റ്റഡീസ് നടത്താനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇന്ത്യയിലാണെങ്കിൽ പോലും ജോബ് സെക്യൂർ ആയിട്ട് പോകുന്ന ഒരു മേഖല. ഇനി അലൈഡ് ഹെൽത്തിന്റെ പലതിനും ഇപ്പോൾ ഹയർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, PG അവൈലബിൾ ആണ്. അങ്ങനെയുള്ളൊരു റിസർച്ചിലേക്കൊക്കെ തിരിയാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നീറ്റിലേക്ക് ബാക്കിയുള്ള ഈ പ്രോഗ്രാമുകളെല്ലാം ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാൽ MBBS ആഗ്രഹിച്ചു, അത് കിട്ടിയില്ല എങ്കിൽ നീറ്റ് ബേസിൽ തന്നെയാണ് ഈ അഡ്മിഷൻ വരുന്നതുകൊണ്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും 2026 ഏറ്റവും വലിയ അട്രാക്ഷൻ അത് തന്നെയാണ്. കാരണം പ്ലാൻ ബിയിൽ അല്ലെങ്കിൽ പ്ലാൻ ബിയിലോ നിങ്ങൾക്ക് ഏത് പ്ലാനിൽ എടുത്തു കഴിഞ്ഞാലും ധാരാളം പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ അറിയാം. നമുക്കറിയാം BDS അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദമുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളെല്ലാം തന്നെ നീറ്റിൻ്റെ അണ്ടറിൽ വരുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും മെറിറ്റുള്ള ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതും ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ സാറേ, പിന്നെ ചെറുതായിട്ടെങ്കിലും ആൾക്കാർ പറയുന്നൊരു കാര്യം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്കറിയാം ഈ മേഖലയിൽ ഇത്രത്തോളം ഇപ്പോൾ 26 വർഷമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്നവരാണ് നമ്മൾ. ഗവൺമെൻറ് മേഖലയിൽ ഒരു സീറ്റ് പോലും ഒരു വർഷവും ഒഴിവുണ്ടാകാറില്ല. 2025 ഭിന്നശേഷി വിഭാഗത്തിലാണെങ്കിൽ പോലും ഒരു സീറ്റും ഈ 2025 നീറ്റ് വഴിയും ഒഴിവില്ല. ഗവൺമെൻറ് മേഖലയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഇല്ല, ഓൾ ഇന്ത്യ കോട്ടയിലുമില്ല. പിന്നെ ഒഴിവുള്ളത് ഒരു പക്ഷേ വളരെ ഉയർന്ന ഫീസ് കൊടുക്കുന്ന ഡീംഡ് കോളേജുകളിലോ അതിൻ്റെ NRIയിലോ ഒക്കെ ആയിരിക്കാം ഇവർ പറയുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, 2000-3000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത്. അത് വർഷത്തിൽ 40 ലക്ഷമോ 50 ലക്ഷമോ ഒക്കെ കൊടുക്കേണ്ട സീറ്റുകളായിരിക്കാം ഒരു പക്ഷേ അവർക്കത് എടുക്കാൻ പറ്റാതെ പോകുന്നത്. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഇത് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ഒരു ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പതിവുണ്ട്, വലിയ ഉയർന്ന ഫീസ് കൊടുത്തു പോകുമ്പോൾ. അപ്പം അങ്ങനെയുള്ള സീറ്റുകളാണ് MBBSന്റെ മേഖലയിൽ ഒഴിവുള്ളത്. അതല്ലാതെ ഗവൺമെൻറ് മേഖലയിൽ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 2025 ഉൾപ്പെടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സീറ്റുകൾ പോലും ഒഴിവില്ല എന്നുള്ളതും നമ്മുടെ മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുകയും ചെയ്യണം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു വിദ്യാർത്ഥിക്ക് സ്റ്റേറ്റ് കോട്ടയിൽ എടുക്കാം, ഓൾ ഇന്ത്യ കോട്ടയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എടുക്കാം. അപ്പം ഈ ഓൾ ഇന്ത്യ കോട്ട എന്നുള്ള കൺസെപ്റ്റ് ഈ MBBSന് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും? മറ്റുള്ള സ്റ്റേറ്റുകളുടെ ഗവൺമെൻറ് സീറ്റും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ നീറ്റ് സ്കോറാണ്
അതിന്റെ ബേസ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം മലയാളികൾ നിലവിൽ ആ കാര്യത്തിൽ മുമ്പിലാണ്. അപ്പൊ അത് നമുക്ക് അല്പം കൂടി നമുക്ക് കൂടുതൽ മുമ്പോട്ട് വരിക എന്നുള്ളതാണ്. നീറ്റ് സ്കോറിന്റെ ബേസിലാണ് ഓൾ ഇന്ത്യ കോട്ട നമുക്ക് എല്ലാ സ്റ്റേറ്റിലെയും 15% സ്റ്റേറ്റുകളുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കർണാടകം, ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, മഹാരാഷ്ട്ര ഒക്കെ ഓൾ ഇന്ത്യ കോട്ടയിൽ എല്ലാം നമ്മുടെ കുട്ടികളാണ് കൂടുതലുള്ളത്. ഇപ്പൊ തന്നെ ഉണ്ട്, നല്ല രീതിയിൽ കുട്ടികളുണ്ടാവും. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ക്ലിനിക്കൽ ഫെസിലിറ്റി ഒക്കെ ഈ അക്കാഡമിക്സ് ലെവലും ഫാക്കൽറ്റീസിനെ ഒക്കെ നമുക്കൊന്ന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം. എയിംസ് ആണെങ്കിലും AFMC ആണെങ്കിലും ജിപ്മർ ആണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് മാക്സിമം മലയാളികൾ സാധാരണ നമ്മുടെ ജനസംഖ്യയുടെ വെച്ചുകൊണ്ട് ഒരു റേഷ്യോ ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ആവറേജിനൊക്കെ എബോവ് ആണ് നമ്മൾ നിൽക്കുന്നത്. ഒരിക്കലും അതിന് താഴേക്ക് നമ്മൾ പോകാറില്ല. ഈ ഒരു മേഖലയിൽ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിൽ നമ്മൾ അതിന് താഴെ അങ്ങനെ പോയി കാണുന്നില്ല. എപ്പോഴും അതിന് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ആരോഗ്യ മേഖലയിൽ നമ്മൾ ഏറ്റവും അധികം മാതൃകാപരമായ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം, ഒരു സംശയവുമില്ല. പക്ഷെ നമുക്കറിയാം സാഹചര്യവശാൽ എയിംസ് ഇപ്പോഴും നമുക്ക് അന്യമാണ്. കേരളത്തിൽ ഒരു എയിംസ് ഇതുവരെയും സ്ഥാപിച്ചിട്ടില്ല. തത്വത്തിൽ അംഗീകാരമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു എയിംസ് കേരളത്തിൽ വന്നിട്ടില്ല. സാർ, 2100ഓളം സീറ്റുകൾ, ഫീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏതൊരു ഇതാണെങ്കിലും ഹോസ്റ്റലിന് 500 രൂപ, ട്യൂഷൻ ഫീസ് ഇനത്തിൽ വർഷത്തിൽ 5000-ൽ താഴെ മാത്രമേ എയിംസ് ഉള്ളൂ. എന്താണ് മെഡിക്കൽ വിഭാഗത്തിൽ എയിംസിൻ്റെ ഒരു പ്രത്യേകത, ഒരു എയിംസിൽ പഠിക്കേണ്ട സാഹചര്യം? നമ്മൾ എയിംസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ജനറൽ കാറ്റഗറി ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ നീറ്റ് റാങ്ക് 1 to 50 നമ്മൾ നോക്കിയാൽ ഡൽഹി എയിംസിലാണ് അഡ്മിഷൻ. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ക്രീം ആണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ പിയർ ഗ്രൂപ്പാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. കാരണം ആ ഒരു ഗ്രൂപ്പിൻ്റെ ആവറേജ് ആയിട്ട് അല്ലെങ്കിൽ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും. അപ്പോൾ എത്ര നല്ല പിയർ ഗ്രൂപ്പ് നമുക്ക് കിട്ടുന്നോ അത്രയും നല്ല എക്സ്പോഷർ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടാവുന്നത് അക്കാഡമിക്സ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അക്കാഡമിക് എക്സ്പോഷറിന് ഏറ്റവും നല്ല സ്ഥാപനമാണ്. കാരണം കൂടെയുള്ള കുട്ടികൾ ഇന്ത്യയിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഫാക്കൽറ്റീസ് ഉണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചർ അതിനനുസരിച്ച് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. അതുതന്നെയല്ല AMC പഠിക്കുന്നവർക്ക് അവിടെ തന്നെ PGക്ക് സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ എണ്ണം വളരെ കൂടുതൽ, സ്പെഷ്യലൈസേഷൻസും സൂപ്പർ സ്പെഷ്യാലിറ്റീസും എണ്ണം വളരെ കൂടുതലാണ്. മറ്റ് ഹോസ്പിറ്റൽസുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയുള്ള പിന്നെ ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റീസിൻ്റെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അതുതന്നെയല്ല അവിടെ നമുക്കറിയാം അവിടെയുള്ള ഫാക്കൽറ്റീസ് ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ തീർച്ചയായിട്ടും അവരൊത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ AMC പഠിച്ച കുട്ടി തീർച്ചയായിട്ടും അവിടെ തന്നെ PG എടുക്കാനും അവിടെ തന്നെ വർക്ക് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണും. ആ ഒരു ക്യാമ്പസിന്റെ അന്തരീക്ഷവും ഒരു നിലവാരവും തന്നെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കിട്ടണമെന്നുള്ളൊരു ആശയമാണോ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കാനും? ഓൾ ഇന്ത്യ ലെവലിൽ ഒരു 4000 റാങ്കൊക്കെയാണ് ഇപ്പം എയിംസിൽ കിട്ടണമെങ്കിൽ ഒരു ലാസ്റ്റ് റാങ്ക്. ഇത്രത്തോളം എയിംസിന് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊരു പ്രാധാന്യം കൊടുക്കാൻ എന്തായിരിക്കാം കാര്യം, എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ പോലും? നമ്മൾ പൊതുവിൽ ഈ ആരോഗ്യ മേഖലയിൽ കൂടുതൽ ഹോസ്പിറ്റൽസ് അനുവദിക്കുക എന്നുള്ള ഒരു നയമുണ്ട്. എന്നെ ചുവട് പിടിച്ച് ഇപ്പം ചിലർ ആദ്യം നമുക്കറിയാം നോർത്തിലാണ് ഇത് വന്നത്. നോർത്തിലെ എയിംസ് ശേഷം ഭുവനേശ്വറൊക്കെയാണ് ആദ്യ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും അവരുടേതായ രീതിയിൽ, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഒക്കെ അവരുടേതായ രീതിയിൽ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടോ നമുക്കിതുവരെ അത് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു സങ്കടമേ ഉള്ളൂ. നമുക്കത് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ ഒരു അക്കാഡമിക്സ് എന്നുള്ളത് ഏറ്റവും നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ ഹിസ്റ്ററിയും റെപ്യൂട്ടേഷനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് എയിംസ് എന്നുള്ള ഒരു പേരുണ്ട്. പക്ഷെ നമുക്കറിയാം എയിംസ് ഡൽഹിക്ക് ഉള്ള ആ ഒരു ലോങ് ടൈം ഹിസ്റ്ററി ഉണ്ടല്ലോ. അപ്പൊ അത് അതിലേക്ക് 1ാം സ്ഥാനത്ത് അത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് കാലം കൂടുതൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇപ്പോൾ ഋഷികേശും അല്ലെങ്കിൽ ഭുവനേശ്വറും ഒക്കെ നല്ല രീതിയിൽ കയറി വരുന്നത്. ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ആദ്യത്തെ 4000 റാങ്ക് ഉള്ളവരാണ് ഒരു എയിംസ് സീറ്റിന് വേണ്ടിയിട്ട്. അത് ഫീസ് സ്ട്രക്ചർ മാത്രമല്ല, കൂടുതൽ ബെറ്ററായി ഓരോ വർഷവും ബെറ്ററായി വരുമെന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും സാർ. അതുപോലെ തന്നെ ഇപ്പം സാഹചര്യവശാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ഗവൺമെൻറ് മേഖലയിലൊക്കെ MBBS പഠിക്കാനായിട്ട് വരുന്നത്. അല്പം റാങ്ക് കുറവാണെങ്കിൽ സ്വകാര്യ മേഖലകളിലൊക്കെ തിരഞ്ഞെടുക്കുന്നവരുണ്ടാകും. ഈ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഴ്സാണോ MBBS? ആ കോഴ്സിനെ പഠിക്കേണ്ടതായിട്ടുണ്ടോ? അതിൻ്റെ ഒരു സിലബസും സ്ട്രക്ചറും പേടിക്കേണ്ടതായിട്ടുണ്ടോ?
MBBS പറയുന്ന കോഴ്സ് പഠിക്കാൻ വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് പറയാൻ ഇല്ല. അങ്ങനെ ഒരു പ്രോഗ്രാം അല്ലത്. പിന്നെ അതിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നീറ്റിനെ എഴുതുന്നത് 3 പേപ്പർ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആണല്ലോ വരുന്നത്. അപ്പോൾ ഫിസിക്സിൽ അല്പം മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടിയാണ് അവിടെ സ്കോർ ചെയ്യുന്നത്. ഫിസിക്സ് ആണ് അതിനകത്ത് ഏറ്റവും മെയിൻ സബ്ജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു 3 പേപ്പറുകൾ എഴുതി അത്യാവശ്യം നല്ല സ്കോർ കിട്ടുന്ന കുട്ടിയാണ് നീറ്റ് നമുക്ക് MBBS അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെയുള്ള കുട്ടിയെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. പക്ഷേ കുറേ കാര്യങ്ങൾ പഠിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ അതാ ഞാൻ നേരത്തെ ഒരു അക്കാഡമിക് ഇഷ്ടമുള്ള കുട്ടി വേണം. മറ്റ് എക്സ്ട്രാ കരിക്കുലറിനേക്കാളും അക്കാഡമിക്സ് ലോങ് ടൈം പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് പോലെയല്ല. അപ്പോൾ ആ ഒരു കാരണം എഞ്ചിനീയറിംഗ് ആകുമ്പോൾ കുട്ടികൾക്ക് മറ്റു രീതിയിലുള്ള എക്സ്പോഷർ, പുറത്തുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള, ഇവിടെയും കലാപരമായ സാധ്യതകളൊക്കെ കുറേയൊക്കെ ഉണ്ട്, അതിനുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ വേണം വരാൻ. പഠിക്കാനുണ്ട് കുറച്ച്, അതേ ഉള്ളൂ, അല്ലാതെ പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇപ്പം MBBSനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയാം, നമുക്ക് 4-5 വർഷമായിട്ട് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നവർ. അപ്പോൾ സാർ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു, സാർ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം +2 ശേഷം എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, +2 ശേഷം 1 വർഷം ഇതിനായിട്ട് മാറ്റി വെച്ചിട്ട് MBBS എടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം ഇപ്പം നീറ്റിന് നമുക്കറിയാം പ്രായപരിധിയില്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും നീറ്റ് എഴുതാം. അപ്പം അത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്ലാൻ ബിയെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അലൈഡ് ഹെൽത്ത് നമുക്കൊരു പ്ലാൻ മെഡിക്കൽ പാഷനും ആണെങ്കിൽ തീർച്ചയായിട്ടും പ്ലാൻ ബി ആയിട്ട് തീർച്ചയായിട്ടും അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അല്ലാതെ നമ്മളിത് റിപ്പീറ്റ് അതിനുശേഷം നമ്മൾ റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു MBBSന് ശേഷം നമുക്കൊരു കരിയർ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷെ നിലവിൽ സാഹചര്യത്തിൽ നമുക്ക് അതില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ ഡൈവേഷൻസ് അത് എണ്ണം കുറവ്, ഒരു 20% കൂടുതലൊന്നും ഡൈവേഷൻസ് കാണുന്നില്ല. പിന്നെ ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ പിന്നെ അതിൻ്റെ PG നമുക്ക് ഇയേഴ്സ് പോകുന്നു. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് വരുമ്പോൾ DMലേക്കും അല്ലെങ്കിൽ MCHലേക്കും വീണ്ടും നമുക്ക് വർഷങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് ഒരുപാടാകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ പാഷനേറ്റാന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് പല കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ. അതെ, അപ്പോൾ MBBSന് ശേഷവും ചിലപ്പോൾ ഒരു 10 വർഷം വരെയൊക്കെ എടുത്തു കാണാറുണ്ട്. നല്ല രീതിയിൽ വലിയൊരു സാലറിയിലോട്ടൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് റിപ്പീറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതും അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത നോക്കാതെ ഒരു വലിയ ഫീസിലോട്ട് ആദ്യത്തെ നീറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു സെൽഫ് അനാലിസിസ് കൃത്യമായിട്ട് നടത്തുക. എവിടെയാണ് പിഴച്ചത്, ഏത് സബ്ജക്റ്റിലാണ്, അതെനിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ, എന്തായിരുന്നു എൻ്റെ പ്രോബ്ലം, എന്തായിരുന്നു, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യുമെന്ന് കൃത്യമായിട്ട് പ്ലാനും സ്ട്രാറ്റജി ഉള്ള ആളുകൾക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യുകയും ചെയ്യണം. അല്ലാതെ വീണ്ടും നമ്മൾ ഇതിന് ഇത്രയായി എന്നാൽ ഇനി അല്പം കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതും കൂടെ ഒന്ന്, അങ്ങനെ നമുക്ക് അതിനുള്ള ഒരു അതും തീർച്ചയായിട്ടും സമൂഹത്തിന് മനസ്സിലൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ടാവാം. പല വർഷങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. അതെ, നമുക്ക് +2 ശേഷമുള്ള വിവിധ കോഴ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലാണെങ്കിലും ഒരു MBBS ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര നോർമൽ ആർട്സ് ആൻഡ് സയൻസ് ഗ്രാജുവേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സംതിങ് ബെറ്റർ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആർക്കാണെങ്കിലും അത് ഫീൽ ചെയ്യും. 2026 പുതുവർഷമാണ്. നമുക്കിനിയും പഠിക്കാനായിട്ട് തയ്യാറെടുക്കാനായിട്ട് 4 മാസങ്ങൾ കൂടി നമുക്ക് മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്നുള്ള ധാരാളം പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ അതാരാണ് പറയുന്നത്, എന്താണ് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്, പകരം എന്താണ് മറ്റൊരു മാർഗം നമുക്ക് പറഞ്ഞു തരുന്നതെന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു ഇൻ്റർവ്യൂവിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ ഉത്തരങ്ങളുമുണ്ട്. ആരാണ് MBBS എടുക്കേണ്ടത്, MBBS ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് എന്തെങ്കിലും പോറലേൽപ്പിക്കുന്നുണ്ടോ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് അവനവൻ്റെ നിലനിൽപ്പിന് പറ്റുന്നതാണോ, അവനവന് ഇതിന് ശേഷം പോകാൻ പറ്റുന്ന ധാരാളം സാധ്യതകൾ എന്തൊക്കെയാണ്, ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എവിടെയാണ്, വിദേശത്തോട്ട് പോകുമ്പോഴുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതൊരു ലൈഫ് ലോങ് കരിയറായിട്ട് നമ്മളുടെ ജീവിത അവസാനം വരെ നമുക്ക് നമ്മുടെ മുറുകെ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ് MBBS എന്ന് പറയുന്നത്. ഇതൊരു സർവീസ് മേഖലയാണ്. ആ മെൻറ്റാലിറ്റിയോട് വന്നു കഴിഞ്ഞാൽ, ആ ഒരു രീതിയിൽ ഇതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ശമ്പളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്നതിനൊരു
ഒരു അധികമായിട്ട് നമ്മൾ കരുതേണ്ടത് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ MBBSനുള്ള മൂല്യമെന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലേക്കായാലും കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിരിക്കുന്നതെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ഒരു പക്ഷേ ഈ മേഖലയിലുള്ള ധാരാളം പ്രൊഫഷണൽസുമായിട്ട് നമുക്ക് സംസാരിക്കുമ്പം അവർക്ക് കിട്ടുന്നത്, കാരണം ധാരാളം സമൂഹം ഇത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ഒരു ഡോക്ടറുടെ സ്നേഹസമ്പന്നമായ ഒരു പെരുമാറ്റം, ഒരു സർവീസ് അവർ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. രൂക്ഷമാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ. നമുക്കറിയാം, എഞ്ചിനീയറിംഗ് മേഖലയിൽ IIT NIT ആ ഒരു ലെവലിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള, ഇപ്പം IIT ചിലപ്പോൾ 1.5 CR അല്ലെങ്കിൽ 2 CR ഒക്കെ ഒരു ബൈക്ക് ഒരു കുട്ടിക്ക് കിട്ടിക്കാണും. അപ്പം അത് വെച്ചുകൊണ്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ഇത്ര സമയം നമ്മൾ സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇറങ്ങിയ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു മിനിമം സാലറി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല. അതേസമയം MBBSനെ സംബന്ധിച്ച് ഒരു മിനിമം കിട്ടുന്നുണ്ട്. ജോലി ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, നിലവിൽ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ആ സമയത്ത് ഒന്ന് അല്പം കഷ്ടപ്പെടാനുണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്, നന്നായിട്ട് അധ്വാനിക്കാനുള്ളൊരു മേഖല തന്നെയാണിത്. പക്ഷേ പാവപ്പെട്ടവൻ്റെ തൻ്റെ വേദന മനസ്സിലാക്കി അയാളെ സഹായിക്കാനുള്ളൊരു മനസ്സുള്ള വ്യക്തികൾക്ക് ഇന്നും ഏറ്റവും അധികം സാധ്യതകൾ കണ്ടെത്താൻ സാധിക്കുന്ന, ഏറ്റവും പാഷനേറ്റായിട്ട് സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന, ജീവിതകാലം വരെ മുറുക്കെ പിടിക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു മേഖല തന്നെയാണ് MBBS എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഏത് ഘട്ടം വരെ എത്തി എന്നുള്ളത് നോക്കുക. ഇനിയും 4 മാസക്കാലമുണ്ട്. നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ വിവിധ സബ്ജക്റ്റുകളുടെ റിവിഷൻ, ഏതാണ്ട് 81 ചാപ്റ്ററുകളുടെ റിവിഷനൊക്കെയുള്ള ആവശ്യത്തിനുള്ള സമയമുണ്ട്. അപ്പോൾ മറ്റു കോലാഹലങ്ങൾക്കപ്പുറത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുക. ഒരു എൻറ്റയർ ഫാമിലി തന്നെ, ഞങ്ങളെല്ലാവരും, കാരണം ഇതിന് ശേഷം ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു എൻറ്റയർ ടീം തന്നെ നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.